സ്പോർട്സ് ഡെസ്ക് അമൃത TV. ലോകകപ്പിലെ മികച്ച താരങ്ങളെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ഒപ്പം നാളെ ലൂസേഴ്സ് ഫൈനലും മറ്റന്നാൾ ഫൈനലും നടക്കുന്നു. ലോകകപ്പിൽ ഇനി അവശേഷിക്കുന്നത് 2 മത്സരങ്ങൾ മാത്രം. ഈ സാഹചര്യത്തിൽ ഫിഫയുടെ അംഗീകാരം നേടിയ ഒരു ആരാധക കൂട്ടമുണ്ട് കേരളത്തിൽ, കോഴിക്കോട്ടെ നൈനാംവളപ്പിൽ. അവർക്ക് അവരുടെ ആരാധനയുടെ ഒരു പ്രതിരൂപം എന്നോണം അവർക്ക് ഫിഫ ലോകകപ്പിൻ്റെ മാതൃകയും അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ നൈനാംവളപ്പിലെ സ്പോർട്സ് ക്ലബിനെ പ്രതിനിധീകരിച്ച് അതിൻ്റെ ഭാരവാഹിയായ ശ്രീ സുബൈർ ഇപ്പോൾ അതിഥിയായി കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ സുബൈർ, അമൃത വാർത്തകളിലേക്ക് സ്വാഗതം. എന്താണ് ഫിഫയുടെ അംഗീകാരം നേടിയ നിങ്ങളുടെ പ്രവർത്തനം എന്തായിരുന്നു ഈ ലോകകപ്പ് വേളയിൽ? അതേക്കുറിച്ച് ആദ്യം ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ ഈ ലോകകപ്പിന് മാത്രമല്ല, സാധാരണ മുൻ ലോകകപ്പ് സമയങ്ങളിലും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക, ഫിഫ കോൺഫെഡറേഷൻസ് കപ്പ്, യൂറോ കപ്പിൻ്റെ എല്ലാം സമയത്ത് നൈനാംവളപ്പിലെ ഫുട്ബോൾ പ്രേമികൾ ഒന്നിച്ചുകൂടി അതിനെ വരവേൽക്കാൻ ബാനറുകളും അതുപോലെ തന്നെ മറ്റും നിലക്കുള്ള ഒരുക്കങ്ങളും നടത്താറുണ്ട്. അങ്ങനെ കളി വന്നു കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് കാണാറുണ്ട്. ഇപ്പോൾ ഇക്കഴിഞ്ഞ യൂറോയും അതുപോലെ തന്നെ കോപ്പയും കോൺഫെഡറേഷൻസ് കപ്പെല്ലാം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വലിയ സ്ക്രീനിൽ കാണുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ വേൾഡ് കപ്പിന് കുറച്ചും കൂടി നന്നായിട്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അതിനെ വരവേൽക്കാൻ നേരത്തെ തന്നെ ഒരുങ്ങുകയും അത് കൂട്ടായിട്ടിരുന്ന് അതിനെന്തെല്ലാം ചെയ്യണമെന്നുള്ള ചർച്ചയെല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരുങ്ങി അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതുവഴി അത് ഫിഫയുടെ പോലും ശ്രദ്ധയിൽ എത്തുകയാണ് ഉണ്ടായത്. ശ്രീ